ഇതാണ് പള്ളി. ഈ മനോഹരമായ പള്ളിയിൽ സെപ്റ്റംബർ 8-നാണ് പ്രധാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഞാനിത് ഒറ്റ ഷോട്ടിൽ എടുക്കാനാണ് മാക്സിമം നോക്കുന്നത്. മാതാവിൻ്റെ ഒരു നിശബ്ദത പാലിക്കാന്ന് എഴുതിയിട്ടുണ്ട്. എന്തേലും കൊന്നുകൊണ്ടെന്ന് അറിയത്തില്ല. പാറയായിട്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു പള്ളി കണ്ടാലോ? മഞ്ഞിൽ പൊതിച്ചു കിടക്കുന്ന ഈ പള്ളിയുടെ പേരാണ് പട്ടുമല പള്ളി. ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പട്ടുമല മാതാപ്പള്ളി. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി ഫ്രാൻസിസ് ബ്രദേഴ്സിന്റെ ഭരണകൂടത്തിലുള്ള ഈ പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താഴെക്കൂടമുള്ള പള്ളികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ മനോഹരമായ പള്ളിയിൽ സെപ്റ്റംബർ 8-നാണ് പ്രധാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ കാണുന്നതാണ് പട്ടുമല മാതാപ്പള്ളി. പട്ടുമല പള്ളി. അപ്പം നിങ്ങൾ കണ്ട വീഡിയോ, അതായത് ഡ്രോൺ പറത്തിയ വീഡിയോ ഞാൻ എടുത്തതല്ല. ഞാൻ വളരെ ഡീസൻ്റായിട്ട് ഒരാളോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു വീഡിയോ തരാമോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച് മേടിച്ച വീഡിയോ ആണ് ആദ്യമേ ഇട്ടത്. അതായത് ഞാൻ ആ പള്ളിയുടെ അടുത്ത് പോയി അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ നിങ്ങളൊന്ന് കാണുക. നൈസ് അല്ലേ? അടിപൊളിയല്ലേ? അതായത് തേയിലകളാണ്, അതായത് ഒരു പ്ലാന്റേഷൻ. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പട്ടുമല പള്ളി കാണാം. അപ്പം നമുക്ക് പള്ളിയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. കോട്ടയം കുമളി റോഡ്, അതായത് KK റോഡ്. KK റോഡിൻ്റെ നേരെ സൈഡിലായിട്ട് പട്ടുമല മാതാവിൻ്റെ കുരിശുപള്ളി. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് വരാം. ഞാനിത് ഒറ്റ ഷോട്ടിൽ എടുക്കാനാണ് മാക്സിമം നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കയറാം. അപ്പോൾ പള്ളി കാണാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പള്ളിക്കകത്ത് കയറിയിട്ട് ഈ സൈഡിലായിട്ട് മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ് മെയിനായിട്ട് അടിപൊളി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പട്ടുമല പള്ളി. അപ്പം നമുക്കിനി ഈ പള്ളിയുടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം. ഇത് സത്യം പറഞ്ഞാലേ കല്ലുകൊണ്ടായിട്ട് ഫുള്ള് നിർമ്മിച്ചേക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ സമയത്ത് ഇത്രയും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പള്ളി, അതായത് മഞ്ഞിൽ മൂടിക്കിടക്കുന്നൊരു പള്ളിയാണ്. ഇപ്പോൾ മഞ്ഞില്ല. ഇപ്പോൾ സമയം സത്യം പറഞ്ഞാൽ 3:30 മേളിലൊരു കുരിശ് കാണാം. ഇതെന്നാന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാമോ? നിശബ്ദത പാലിക്കാന്ന് എഴുതിയിട്ടുണ്ട്. യേശു
അവിടെ നിശബ്ദമായിട്ടിരിക്കണമെന്നാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പള്ളിയുടെ സൈഡ് ഒരു നൈസൊരു മരമുണ്ട്. ഇത് ഞാൻ ഒറ്റ ഷൂട്ടിൽ കൊണ്ടുപോകാനാണ് മാക്സിമം നോക്കിയത്. ഇതുവരെയും സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പള്ളിയുടെ ഒരു ഡിസൈനും കാര്യങ്ങളും കാണുമ്പോഴേ അതിശയമാകും. അതായത് പഴയ രീതിയിലിത് നിർമ്മിച്ചേക്കുന്നതുകൊണ്ടേ അതുകൊണ്ട് ഒരു മരത്തേലേ ഒത്തിരി കൊന്തകൾ തൂക്കിയിട്ടേക്കുക. ഇതുണ്ടോ? എന്തേരം കൊന്തയുണ്ടെന്ന് അറിയത്തില്ല, എണ്ണിയേ തീരത്തില്ല. അങ്ങ് മേള് തൊട്ട് താഴെ വരെ ഉണ്ട്. എന്തെങ്കിലും ആചാരമായിരിക്കും. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ടോ അത് ഒരു പ്രാർത്ഥന സ്ഥലമാണ്. ഇത് കൊള്ളാം. ഈ ഒരു ഫ്രെയിം എങ്ങനെയുണ്ട്? ഞാൻ ചുമ്മാ ജസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയതല്ലേ. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇടാം. ഇതിൻ്റെ അവിടെ ഒരു വഴിയുണ്ട്, ഇവിടെ ഒരു വഴിയുണ്ട്. ഇവിടെ മാതാവ് മേളിലുണ്ട്. അപ്പം നമുക്ക് ആ സൈഡിൽ കൊണ്ട് പോയിട്ട് വരാം. ഇതൊരു പാറയായിട്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്, പാറയ്ക്കുള്ളിലായിട്ട്. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. മാതാവ് ഇതാ കുരിശ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെളിയിലോട്ട് പട്ടുമല പള്ളി. കൊള്ളാം. ഈ ഒരു വ്യൂവിൽ പള്ളിയുടെ ഒരു സൈഡ് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടോ? അപ്പം ഇത് മറ്റേ കൊന്തയിട്ടേക്കുന്ന മരമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. അറിയാവുന്നവരുണ്ടോ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഈ പള്ളിയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ഇടുക. എനിക്ക് പള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഞ്ഞിൽ മൂടി കിടക്കുന്നൊരു പള്ളി. പക്ഷേങ്കിൽ മഞ്ഞൊന്നുമില്ല. ഇവിടുത്തെ കേട്ടോ തേയിലക്കാടാണ് ഫുള്ള്. തേയിലക്കാടിന് ഒരു സൈഡിലായിട്ട് നമുക്ക് പട്ടുമല പള്ളി കാണാം. അപ്പം നമ്മൾ വിജയകരമായിട്ട് പള്ളിയുടെ വ്യൂ ഒറ്റ ഷോട്ടിലെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് മറ്റേ കൊടിമരം, ഇതാണ് പള്ളി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.